ഹായ് നമസ്കാരം. എൻ്റെ പേര് സബീന. ഇന്ന് നമുക്ക് സെൽഫ് ലവ് വർദ്ധിപ്പിച്ച് നമ്മുടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കാമെന്ന് നോക്കാം. നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് സെൽഫ് ലവ്. സെൽഫ് ലവ് എന്ന് പറയുമ്പം നമ്മളെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനൊക്കെ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് നല്ല സ്നേഹത്തോടെയും കൈൻഡായിട്ടൊക്കെ പെരുമാറണമെങ്കിൽ നമ്മളെ സ്നേഹിച്ച് നമ്മളെ മനസ്സിലാക്കി നമ്മളെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ആ രീതിയിൽ നമുക്ക് കെയർ ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സെൽഫ് ലവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെൽഫിഷ് ആവുകയല്ല. നമ്മളെ സ്നേഹിച്ച് മനസ്സിലാക്കി നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തി അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നാലേ നമുക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ കഴിയുള്ളൂ. അതിനായിട്ട് ഒന്നാമത്തെ ഒരു ടിപ്സാണ് നമ്മുടെ മിറർ പ്രാക്ടീസ്. നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമ്മൾ പറയുക, ഐ ലവ് യു. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്ക് നല്ല വില നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും അഥവാ ഇത്തിരി പ്രായം ചെന്നതാണെങ്കിലും അങ്ങനെ ഏത് അവസ്ഥയിലുള്ളതാണെങ്കിലും നമ്മൾ കണ്ണാടി ചെന്നിട്ട് പറയുക, ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന ആൾ. ഇങ്ങനെ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവരും നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വില നൽകുകയും നമ്മൾക്ക് ബഹുമാനിക്കുകയൊക്കെ ചെയ്യുള്ളൂ. നമ്മളെ സ്നേഹിക്കാതെ നമുക്കൊരു വില നൽകാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് ഇതാരും കൊണ്ട് തരത്തില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല, എവിടെ പോയാലും നമുക്ക് റിജക്ഷനാണ് നേരിടണത്, നമുക്ക് ആരും ഒരു വില തരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല പല നെഗറ്റീവ് കമൻറ്റുകളും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് നമുക്ക് നമ്മളോടുള്ള സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് നമുക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടെത്തി അതാരും ചെയ്തു തരാൻ നിൽക്കാതെ നമ്മൾ തന്നെ സ്വയമായിട്ട് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കുക. അതൊക്കെ നമുക്ക് തന്നെ ഒന്ന് വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ സ്വയം സാറ്റിസ്ഫൈഡ് ആവുക. ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് സന്തോഷിച്ചും സ്നേഹിച്ചാൽ മാത്രമേ, ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരും നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. നമ്മളെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മളെക്കാൾ കൂടുതൽ വേറെ ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ അത് മറ്റുള്ളവർ ചെയ്തു തരാൻ വേണ്ടി കാത്തു നിൽക്കാതെ അത് നമ്മൾ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ പല വീഡിയോയിലും പറയുന്നതാണ്, നമ്മളെ തന്നെ താഴ്ത്തി കെട്ടാതെ എനിക്ക് ഒന്നിനും കഴിവില്ലാത്ത ആളാണ്, എന്നെ കാണാൻ കൊള്ളത്തില്ല, ഞാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തിയാണ്, ഇങ്ങനെ സ്വയം നമ്മൾ താഴ്ത്തുന്നതായിട്ടുള്ള വാക്കുകൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ പറഞ്ഞ് ഇരിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള അതിന് പകരമായിട്ട് അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക. അത് അഫർമേഷൻ എന്ന് പറയും. നമ്മൾ സ്വന്തത്തോട് തന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഞാൻ സുന്ദരിയാണ്, ബ്യൂട്ടിഫുള്ളാണ്, എനിക്ക് കഴിയും, ഏത് കാര്യം ഏറ്റെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയും, ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി താഴ്ത്താതെ, അഥവാ തെറ്റ് സംഭവിച്ചുള്ള സാരമില്ല, നമ്മളെ തന്നെ ഒന്ന് ആശ്രയിക്കും, സാരമില്ല, നീ അത് ചെയ്തുകൊണ്ട് അതിലെ തെറ്റെന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. തെറ്റുകളൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്താണെങ്കിലും ഒരു പാഠം പഠിക്കാൻ കാണാം. അത് മനസ്സിലാക്കി അത് തിരുത്തി അടുത്ത പ്രാവശ്യം അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതെ മുന്നോട്ട് പോകും. അടുത്തൊന്നാണ് നമ്മുടെ തന്നെ നന്മകളെ കണ്ടെത്തി അത് കൂടുതൽ വർദ്ധിപ്പിക്കുക. നമുക്ക് ഒരുപാട് കഴിവുകളോടാണ് നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. പക്ഷെ നമ്മൾ അതിലൊന്നും നമ്മൾ നോക്കത്തില്ല. നമ്മളെ തന്നെ പഴിച്ച് ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാക്കി ഇട്ടിരിക്കുകയാണ്. അതിന് പകരമായിട്ട് നമ്മുടെ നന്മയെ കണ്ടെത്തി അത് നമ്മൾ കൂടുതൽ പറഞ്ഞ് നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് ചെയ്തും പഠിച്ചും പ്രാക്ടീസ് ചെയ്തൊക്കെ വരുമ്പോഴേക്കും നമ്മളോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ കൂടുതൽ സക്സസ് ആവുന്നതും കാണാൻ പറ്റും. തന്നെ നമ്മൾ നല്ല ദയയോട് പെരുമാറണം. നമ്മൾ തന്നെ പറയും, ഓ, നീ അത് ചെയ്തിട്ടാണ് നിനക്കന്ന് സംഭവിച്ചത്, നിനക്കതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി അങ്ങ് താഴ്ത്തി വയ്ക്കും. അതിന് പകരമായിട്ട് നമ്മൾ അഥവാ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വന്നാൽ സാരമില്ല സബി,
സാരമില്ല, അത് കുഴപ്പമില്ല. നമ്മൾ നമ്മളോട് തന്നെ കൈൻഡായിട്ട് പെരുമാറുക. അങ്ങനെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി, നമ്മളെ തന്നെ ദേഷ്യത്തോട് പെരുമാറി, നമ്മളെ തന്നെ നെഗറ്റീവ് അടിച്ച് ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയാക്കി മാറ്റരുത്. നമ്മളെ തന്നെ കുറച്ചുകൂടെ കെയർ ചെയ്ത്, അഥവാ തെറ്റുകളൊക്കെ സംഭവിച്ചാൽ സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അത് ശരിയാക്കി എടുക്കാം. നമുക്ക് ഇപ്പോഴത്തെ മിസ്റ്റേക്കുകളെല്ലാം സാരമില്ല എന്നുള്ള ഒരു മൈൻഡിൽ നമ്മളൊന്ന് സോഫ്റ്റായിട്ട് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. നമുക്ക് നല്ലൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ആ ഗോളിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. നമ്മൾ ഭാവിയിൽ ആരാകണം എന്നുള്ള ഒരു ചിന്ത ഇനി ഏത് പ്രായക്കാർക്കായിരുന്നാലും നമ്മുടെ മനഃശക്തി കൊണ്ട് നമുക്ക് ആ ലെവലിലേക്ക് ആവാൻ പറ്റും. നമ്മളൊരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കണം, എന്നിട്ട് ആ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യണം, അതിലേക്ക് തന്നെ ഫോക്കസ് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മൾ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് ഒഴിവാവുകയും ചെയ്യും. സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാം. നമ്മുടെ പ്രപഞ്ചശക്തി, അതായത് നമ്മൾ ആരാധിക്കുന്ന ഏത് ദൈവവും നമ്മളെ കൂടെ തന്നെ നിൽക്കും. നമ്മുടെ മനസ്സ് അത്രയും ശുദ്ധമാണെങ്കിൽ അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൈവം കൂടെ തന്നെ കാണും. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും. നമ്മൾ അതുമാണ് പറയണത്, നമ്മൾ ഒരു ലക്ഷ്യം ഉണ്ടാക്കി അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കാതെ ഇരുന്നാൽ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടും. നമുക്കൊരു ഗോൾ ഉണ്ടായിരുന്നാൽ അത് നേടിയെടുക്കണം, അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുമ്പം നമുക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഒഴിവാവുകയും അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. ആഗ്രഹം നേടിയതായിട്ട് നമ്മുടെ വിഷ്വലൈസേഷനൊക്കെ എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ മനസ്സിലൊക്കെ ഒന്ന് കണ്ട് അത് നേടിയതായിട്ടൊക്കെ അതെങ്ങനെ നേടുമെന്നല്ല, അതൊക്കെ നേടിയതായിട്ടൊക്കെ സ്വപ്നം കണ്ട് അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമ്പം അത് നമ്മുടെ വിശ്വാസമൊക്കെ അത്രയും ഉറച്ചതാണെങ്കിൽ അത് നേടിത്തരാനുള്ള വഴികളും നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണെന്ന് ചിന്തിക്കുക. നമ്മൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണെന്ന് കരുതുക. ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതിൽ നമുക്ക് കുറച്ചുകൂടെ ബോൾഡൻസ് ആയിട്ട് അത് കൈകാര്യം ചെയ്ത് നമ്മൾ ആ സോഫ്റ്റ് ഹൃദയത്തിൽ നിന്ന് ഒരു ടഫ് ആവാനുള്ള വഴിയായിട്ടൊക്കെ നമുക്ക് ദൈവം തുറന്നു തരുന്ന വഴികളാണ്. അതുകൊണ്ട് അതിലൊന്നും പകച്ചു നിൽക്കാതെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള സൊല്യൂഷൻ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോവുക. ഇതൊക്കെ നേടണമെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ദയയും കാരുണ്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇത് നമ്മളെ തന്നെ സ്വയം ശപിച്ചുകൊണ്ടിരുന്നാൽ ഇതൊന്നും നേടാൻ പറ്റുന്നില്ല. എനിക്കറിയാവുന്നതും ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.